കൊറോണ വൈറസ് വന്നതിന് ശേഷം മലയാളികൾ ചുരുക്കത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. വാക്സിൻ അടിച്ചതിന് ശേഷമാണ്, അത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആണെന്ന്. ഈ വിഷയത്തിൽ നമുക്ക് ഒന്ന് കണ്ണോടിക്കാം, ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട് എന്നുള്ളത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുമ്പോൾ അതിന്റെ സാധ്യത എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. COVID-19 വാക്സിനുകളുടെയും കോവിഷീൽഡ് വാക്സിൻ എന്നിവ സ്വീകരിച്ച ചിലരിൽ PTS എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നിർമ്മാതാക്കൾ തന്നെ കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് PTS എന്ന് നമുക്ക് നോക്കാം. രക്തം കട്ടപിടിക്കുന്നതോടൊപ്പം പ്ലേറ്റ്ലേറ്റുകളുടെ എണ്ണം കുറയുന്ന അവസ്ഥയാണത്. സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് ആഗോളതലത്തിൽ പാർശ്വഫലം വളരെ വിരളമാണ്. ഏകദേശം 1,00,000-ൽ ഒരാൾക്ക് അല്ലെങ്കിൽ അതിൽ താഴെയോ മാത്രമാണ് ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ 170 കോടിയിലധികം ഡോസ് കോവിഷീൽഡ് നൽകിയിട്ടുണ്ട്. ഇതിൽ ഗൗരവമായ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തത് വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ്. വാക്സിൻ എടുത്തവർക്ക് സ്ട്രോക്ക് വരുവാൻ സാധ്യത വളരെയധികം ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാം. വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് വാക്സിൻ എടുത്തവർക്ക് സ്ട്രോക്ക് വരുവാൻ സാധ്യതയുള്ളത്. ഇത് പരിശോധിക്കുവാൻ ദ ലാൻസെറ്റ് പോലുള്ള അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണലുകൾ പഠനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. സാധാരണയായി വാക്സിൻ എടുത്തു കഴിഞ്ഞ് ആദ്യത്തെ 42 ദിവസത്തിനുള്ളിലാണ്, അല്ലെങ്കിൽ 6 ആഴ്ച ഇത്തരം ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളത്. വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഹൃദയാഘാതങ്ങൾ വാക്സിൻ മൂലമാണെന്ന് പറയുവാൻ നിലവിൽ ശാസ്ത്രീയമായ ഒരു തെളിവുകളുമില്ല. ഈ സ്ട്രോക്കിന്റെ സാധ്യതയെ പറ്റിയുള്ള പഠനങ്ങൾ പ്രകാരം വാക്സിൻ എടുത്തവരിൽ സ്ട്രോക്ക് വരുവാനുള്ള സാധ്യത 0.001% താഴെ മാത്രമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR പഠനമനുസരിച്ച് ഇന്ത്യയിൽ യുവാക്കളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള മരണത്തെക്കുറിച്ച് ICMR പഠനം നടത്തിയിരുന്നു. വാക്സിൻ എടുത്തത് മരണസാധ്യത കൂട്ടിയിട്ടില്ലെന്നും പകരം കഠിനമായ കോവിഡ് ബാധിച്ചവർക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കുമാണ് റിസ്ക് കൂടുതലെന്നും അവർ കണ്ടെത്തി. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, വാക്സിൻ എടുത്തതിനേക്കാൾ വലിയ റിസ്ക് കോവിഡ് രോഗം ബാധിക്കുന്നതിലൂടെ ഉണ്ടായിരുന്നു എന്നതാണ്. വാക്സിൻ എടുത്തവർക്ക് പ്രത്യേകിച്ച് രക്തം കട്ടപിടിക്കുന്ന ഒരു പ്രശ്നം ഇല്ല എന്ന് വേണമെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഈ കൊറോണ പലർക്കും വന്നത് ജീവനഹാനി സംഭവിക്കാതെ അന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ഒരുപാട് നാള് അതിന് മരുന്ന് മെഡിസിൻസ് ഒക്കെ എടുത്ത ആളുകൾക്കാണ് ഇങ്ങനെ ഈ പറയുന്ന സ്ട്രോക്ക് വരാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. ഇതിന് ഭയപ്പെടുകയില്ല, ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്. വാക്സിൻ എടുത്ത കോടിക്കണക്കിന് ആളുകൾ സുരക്ഷിതരായി ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, വിട്ടുമാറാത്ത തലവേദന, കാലിലെ വീക്കം എന്നിവ ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുക. ഡൈമർ പോലുള്ള ലളിതമായ രക്തപരിശോധനകളിലൂടെ രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ വാക്സിൻ സൈഡ് എഫക്റ്റുകൾ സത്യമാണ്, പക്ഷേ അതിതീവ്രമായിട്ട് വളരുന്നത്, അതിനെപ്പറ്റി വിമർശിക്കുന്നത്, വാക്സിൻ കൊണ്ടാണ് എല്ലാ ചെറുപ്പക്കാരും മരണപ്പെട്ടു പോകുന്നത് എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയുന്നത്. ലക്ഷക്കണക്കിന് മരണങ്ങൾ ഒഴിവാക്കാൻ വാക്സിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ തെറ്റായ പ്രചരണങ്ങളിൽ വീഴാതെ ശാസ്ത്രീയമായ അറിവുകൾ പിന്തുടരുക എന്നതായിരിക്കണം ഓരോ പൗരന്റെയും ധർമ്മം. ഏവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട്, ആരോഗ്യ പരിപാലനത്തിൽ സ്വയം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തട്ടെ.